ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഹാപ്പി വിത്ത് ആഷ്. അപ്പം ആ ഹായ് വിട്ടിട്ട് ഓടിപ്പോയത് എന്താണെന്ന് വെച്ചാൽ 6:30 ഹസ്ബൻഡിന് ജോലിക്ക് പോകണം കേട്ടോ. രാവിലെ 6:30 പോകേണ്ട ആൾ 6:10 എണീക്കുക. അപ്പം 6:10 എണീക്കുന്ന സമയത്ത് എന്നെ ജസ്റ്റ് ഒന്ന് തട്ടും. എണീക്കട്ടെ വല്ലതും ഉണ്ടാക്കി തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നെ ഒന്ന് തട്ടിയിട്ട് പോകും കേട്ടോ. അപ്പം ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ മടി പിടിച്ച് അവിടെ കിടന്നുറങ്ങും. ചില ദിവസങ്ങളിൽ ഞാൻ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫ്രിഡ്ജിൽ കറിക്കുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ദിവസങ്ങളാണെങ്കിൽ ഞാൻ ചാടി എണീക്കും. ആൾ ബാത്റൂമിൽ കയറിയിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കിനും ഞാൻ സാധനങ്ങളൊക്കെ സെറ്റാക്കും കേട്ടോ. ഒരു സൂപ്പർ പവർ എനിക്ക് ആ സമയത്ത് കിട്ടുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഞാൻ ഓട്ടത്തിലാണെങ്കിലും സംഭവം ഞാൻ സെറ്റാക്കി പാക്ക് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം തന്നെ കറിയൊക്കെ വെക്കുകയാണ് കേട്ടോ. ചേട്ടനോട് ആദ്യമേ തന്നെ ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എത്ര ചപ്പാത്തി വേണമെന്ന് കേട്ടോ. അപ്പം 4 ചപ്പാത്തി മതിയെന്ന് പറഞ്ഞുകൊണ്ട് 4 കറക്റ്റ് ചുട്ടിട്ട് ബാക്കി ഞാൻ നീക്കി വെച്ചു. ആ ഒരു സെക്ഷൻ അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇനിയിപ്പം ആ ഒരു ഭാഗത്തേക്ക് ഞാൻ നോക്കില്ല. ഇനി ചപ്പാത്തി എല്ലാം സെറ്റ് ചെയ്ത് അതൊന്ന് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആളുടെ കൊണ്ടുപോകാനുള്ള കാര്യമായി. ആൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ചപ്പാത്തിയോ അല്ലെങ്കിൽ ചിലപ്പം ചോറ് കൊടുത്തു വിടുകയാണെങ്കിൽ ചിലപ്പോൾ ചോറ് കൊടുത്തു വിടും. അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പുമാവോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു വിടും. അത് അവർ കഴിക്കുന്നത് ഒരു ഉച്ച ആവാറാകുമ്പോഴൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഉച്ചക്കത്തേക്ക് വീണ്ടും വേറൊന്നും കൊടുത്തു വിടാറില്ല കേട്ടോ. ഫ്രൂട്ട്സ് രാവിലെ ഉണ്ടെങ്കിൽ ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും കൊടുത്തു വിടും. അങ്ങനെ കറി ചപ്പാത്തി ഒക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ അത് പാക്ക് ചെയ്ത് വെക്കാൻ പോവുകയാണേ. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു തുണ്ട് സൗണ്ട് പുറത്ത് കേൾക്കാൻ പാടില്ല. അപ്പം ഇത് ഞാൻ സ്പീഡിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഇത് ഞാൻ ഭയങ്കര സ്ലോവിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. അവനെങ്ങാനും എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടി നടക്കില്ല. ആ വാഷ്സിങ്കിൽ വെള്ളം വീണ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവൻ എണീക്കും കേട്ടോ. ഇന്ന് എന്തോ ഭാഗ്യത്തിന് സാറ് കിടന്ന് ഉറങ്ങുകയാണ്. അതുകൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എൻ്റെ സെറ്റായി. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവനെയും തോളത്ത് കിടത്തിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഈ പിള്ളേരെയും കൊണ്ട് രാവിലെ എളുപ്പമല്ല എൻ്റെ പൊന്നെ. ഞാൻ മടുത്തു. ഇപ്പോഴാണെന്ന് രാത്രി ഉറങ്ങാൻ തുടങ്ങിയത്. അതുവരെ ഉറക്കവും ഇല്ലായിരുന്നു. ഇപ്പോൾ ഉറങ്ങാൻ തുടങ്ങി. രാവിലെ ഞാൻ അവൻ്റെ അടുത്തുനിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനറിയാം. രാവിലെ എന്നല്ല, എപ്പോൾ കട്ടിലേന്ന് അവൻ്റെ അടുത്തുനിന്ന് നീങ്ങി കിടന്നാലും അവനറിയാം. അവൻ എൻ്റെ മുടിയിലെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ സൗണ്ടൊന്നും കേൾപ്പിക്കാണ്ട് പയ്യാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യണത്. ഇന്നാണെങ്കിൽ ബാഗ് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ചെറിയ ടിഫിൻ ബോക്സ് മാത്രം എടുക്കാനായിട്ട് ചെറിയൊരു ടിഫിൻ്റെ ബാഗ് എടുക്കാൻ കേട്ടോ. അതിൽ സെറ്റ് ചെയ്തിട്ട് കൊടുത്ത് വിടാൻ പോവാണേ. അപ്പം ഹസ്ബൻഡിൻ്റെ രാവിലത്തെ പരിപാടി കഴിഞ്ഞു. ആൾ ബാത്റൂമിൽ നിന്നൊക്കെ ഫ്രഷായി ഇറങ്ങി വേഗം തന്നെ ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ ആൾ ഓടും. 6:45 ആകുമ്പം അവിടെ ചെല്ലേണ്ട ആൾ 6:30 കഴിയുമ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ഓഫീസിലേക്ക് 10 മിനിറ്റ് പോകാനേ ഉള്ളൂ. ഒരു ഫ്രണ്ട് വരും. അങ്ങനെ അവരൊരുമിച്ച് അങ്ങോട്ട് പോവും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങനെ രാവിലെ തന്നെ എണീറ്റ് എല്ലാം ചെയ്യുന്ന ഉത്തമയായ ഭാര്യയല്ല ഞാൻ. നല്ല മടിച്ചിയായ ഭാര്യയാണ്. ഇന്ന് ചില ദിവസങ്ങളിൽ ഞാൻ മടിച്ചായിരിക്കും. ചില ദിവസങ്ങളിൽ ഞാൻ ചെയ്തൊക്കെ കൊടുത്തു വിടും കേട്ടോ. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി അവിടെ യൂസ് ചെയ്ത പാത്രങ്ങളൊക്കെ എടുത്ത് സിങ്കിലേക്ക് ഇടുകയാണ്. സിങ്കിലേക്ക് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ അതേ നമ്മുടെ ആളവിടെ കിടന്ന് ഉറങ്ങണുണ്ടാവും. എങ്ങാനും ഒരു അനക്കം കേട്ട എണീക്കും. അപ്പോൾ നമ്മുടെ ചേട്ടൻ കുരിശൊക്കെ വരച്ച് ജോലിക്ക് പോകാനുള്ള പരിപാടി ആണ് കേട്ടോ. അങ്ങനെ പോവാണ്. ഞാൻ ഇവിടെ നിന്നൊരു ടാറ്റയൊക്കെ കൊടുത്ത് വിടും. എന്നിട്ട് താഴെ എത്തി നോക്കും കേട്ടോ. എത്തി നോക്കുമ്പോൾ ആളതിൽ ഇറങ്ങിപ്പോണത് കാണാം. അപ്പോൾ വീണ്ടും ഒരു ടാറ്റയും കൂടി കൊടുക്കും. അങ്ങനെ ഒരു 2-3 ടാറ്റ കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ഈ കൺസ്ട്രക്ഷനൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്. ഈ ഒരു വിൻഡോ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് ഉള്ളിലേക്ക് കേൾക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് നോക്കി ആളൊന്ന് പോയി കഴിഞ്ഞിട്ട് ടാറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ വിൻഡോ ക്ലോസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറിപ്പോകും കേട്ടോ. ഇപ്പോൾ രാവിലെ 6:30 സമയത്താണ്. വെയിൽ ഉണ്ടാവും. 6:30 ആയപ്പോഴത്തേക്കിനും ഇവിടെ വെയിലാണ്. ഒരു കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ഈ വിൻഡോ തുറക്കാൻ പോലും പറ്റില്ല. അതുപോലെ വെയിലാണ് ഇവിടെ. അപ്പോൾ അതായത് നമ്മുടെ ചേട്ടൻ പോവാണ്. ടാറ്റ ബൈ ബൈ. അവിടെ നിന്ന് കുറച്ച് നടക്കുമ്പോഴത്തേക്കിനും ആളുടെ ഫ്രണ്ട് വരും കേട്ടോ. അങ്ങനെ അവർ ഒരുമിച്ച് വണ്ടിക്ക് പൊക്കോളും. അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് ഒരു ടാറ്റയൊക്കെ കൊടുത്ത് ഒരു വിക്ടറിയൊക്കെ കാണിക്കുകയാണ്. ചുമ്മാ ഒരു രസം. അങ്ങനെ നമ്മൾ വിൻഡോ ക്ലോസ് ചെയ്തു. പല്ലൊന്നും തേച്ചിട്ടില്ലായിരുന്നു കേട്ടോ. രാവിലെ നേരെ പോയിട്ട് ആ കുക്കിംഗ് പരിപാടി ചെയ്ത് കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കി ചെയ്യുള്ളൂ. പിന്നെ നേരെ പോയി പല്ല് തേക്കുകയാണ്. പല്ലൊക്കെ തേച്ച് സെറ്റാക്കി അവിടെ നിന്ന് ഈ പല്ല് തേക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുമല്ലോ, അതുപോലും കേട്ട് കഴിഞ്ഞ് എണീക്കുന്ന ആളാണ് അപ്പുറത്ത് കിടന്ന് ഉറങ്ങണതേ. അപ്പം എന്തോ ഭാഗ്യത്തിന് ഇന്ന് എണീറ്റിട്ടില്ല. അപ്പം നമ്മൾ സ്വസ്ഥമായിട്ട് വന്നത് മോയ്സ്ചറൈസർ ഇടാൻ പോവാണ്.
എൻ്റെ മുഖത്ത് മോയ്സ്ചറൈസർ ഇട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വലിയും. അതുകൊണ്ട് രാവിലെ ഞാൻ പല്ല് തേച്ചിട്ട് ഫേസ് വാഷൊക്കെ ഇട്ട് മുഖം കഴുകി ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ ഫേസിൽ മോയ്സ്ചറൈസർ ഇടും കേട്ടോ. മോയ്സ്ചറൈസറും ഇടും, ഒരു ലിപ് ബാമും ഇടും. ലിപ് ബാം അല്ലെങ്കിൽ വാസലിൻ എന്തെങ്കിലും ഒന്ന് ലിപ്പിലും കൂടി ഇട്ട് കൊടുക്കും. ഭയങ്കരമായിട്ട് ഡ്രൈ ആവും എനിക്ക്, അതുകൊണ്ട് ലിപ് ബാമും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മൾ ഈ റൂമിൽ AC ഫുൾ ടൈം ഇടുന്നതുകൊണ്ടാണോന്നും അറിയില്ല, സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുമേ. പിന്നെ എനിക്ക് വെള്ളം കൂടി തീരെ കുറവാണ്. അങ്ങനെ അപ്പം ലിപ് ബാമൊക്കെ ഇട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിൽ പോയിട്ടൊരു ചായ ഇട്ട് കുടിക്കാമെന്നൊക്കെയാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവുക കേട്ടോ ആ സമയത്ത്. അപ്പോൾ ചെറിയ അനക്കം കേട്ടിട്ട് അവൻ എണീക്കുന്നതാണ്. ഇതങ്ങനെ ആളിത് അരിച്ചരിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കത്തിലാണെങ്കിലും ആൾക്ക് അടങ്ങി കിടക്കാൻ പറ്റൂല. അങ്ങനെ ഞാൻ കിച്ചണിൽ പോയി നമ്മുടെ പാലൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ പശുക്കുട്ടനൊക്കെ ഉണ്ടാവും, അങ്ങനെ നമ്മൾ പാലെടുത്തിട്ട് ചായ ഇടാൻ പോവാണ്. ചില ദിവസങ്ങളിൽ ഇതുപോലെ ചായ ഇട്ടിട്ട് പയ്യെ പമ്മി ചായയൊക്കെ ഇടും, സൗണ്ടൊന്നും കേൾപ്പിക്കാണ്ട്. എന്നിട്ട് ചായ ഇട്ട് ഞാൻ ആ സെറ്റിയിലൊക്കെ പോയിരുന്ന് വിൻഡോയും ആ ഫ്രണ്ടിലെ ഡോറും ഒക്കെ തുറന്നിട്ടിട്ട് അങ്ങോട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുവേ. ഇരുന്ന് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കിനും അവൻ കട്ടിലയിൽ ചാടി എണീറ്റ് ഒറ്റ ഇരിപ്പുണ്ട്. അത് സ്ഥിരം അങ്ങനെയാണ്. ഞാൻ എന്താ പറയുക, കൊച്ചുണ്ടായതിന് ശേഷം നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ നമുക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈമോ അങ്ങനെ ഒന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര കൊതിയാണ് രാവിലെ ഇങ്ങനെ എന്താ TV-യിൽ റീൽസിലൊക്കെ കാണുന്നത് പോലെ സ്വസ്ഥമായി കാറ്റൊക്കെ കൊണ്ട് ഈ പ്രകൃതിയുടെ ആ സ്വരമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കുക. അപ്പം ഇന്ന് രാവിലെ എണീക്കുന്ന ദിവസങ്ങളിൽ ഇവനെ എണീറ്റിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യും. പക്ഷെ നടക്കത്തില്ല കേട്ടോ, എങ്ങനെയാണെന്നറിയില്ല. അവൻ സ്വിച്ച് ഇട്ട പോലെ എണീറ്റിരിക്കും. അപ്പം ഞാൻ ചായയൊക്കെ ഇത് അരിച്ച്, എൻ്റെ കപ്പാണ് യെല്ലോ കപ്പ് കേട്ടോ. ഹസ്ബൻഡിന് വേറെ കപ്പ്, എനിക്ക് വേറെ കപ്പ്, കുഞ്ഞിക്ക് വേറെ കപ്പ്, അങ്ങനെയൊക്കെ ഉണ്ട്. എൻ്റെ കപ്പൊക്കെ എടുത്ത് ഞാൻ സെറ്റ് ചെയ്ത് വരികയാണ്. ചായ, ചൂട് ചായ. അങ്ങനെ നമ്മുടെ ഡൊണാൾഡ് ഡക്കിൻ്റെ ചുണ്ടൊക്കെയുള്ള കപ്പൊക്കെ എടുത്ത് ചായ എടുത്ത് ഷോയൊക്കെ കാണിച്ച് ഇതേ നോക്കുന്നുണ്ട്. ഇത് അപ്പം എണീറ്റു. പറഞ്ഞില്ലേ, സ്ഥിരം ഒരു ശീലമാണ്. എങ്ങനെ അറിയുന്നു എന്നറിയില്ല. എന്തായാലും എണീറ്റ് എൻ്റെ കൂടെ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെറ്റിയിലൊക്കെ വന്നിരുന്ന് സ്വസ്ഥമായിട്ട് ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തത് എന്താ ചെയ്യേണ്ടത്. ഒന്നാമത്തെ കേസ് നമ്മൾ വീഡിയോ എടുത്ത് ശീലമില്ല. വീഡിയോ എടുത്ത് ഇങ്ങനെ തുടങ്ങുന്നതിൻ്റെ ഇതൊക്കെ ഞാനിങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ എന്താ പറയുക, ചായയൊക്കെ ഊതി കുടിച്ച് എൻ്റെ ചായ ഗ്ലാസ്സിൽ കുറച്ച് ചായയല്ലേ നിങ്ങൾ കണ്ടുള്ളൂ, ഞാൻ കുറച്ച് ചായ കുടിക്കത്തുള്ളൂ. ഇപ്പോൾ കണ്ട ചായ പോലും ഞാൻ കുടിച്ചിട്ടുണ്ടാവില്ല. അതിൻ്റെ ഹാഫും കുടിച്ചിട്ട് അവിടെ വെക്കും കേട്ടോ. ചായ കുറച്ച് കുടിക്കണം, ഒരു 2-3 സിപ്പ് കുടിക്കുമ്പോഴത്തേക്കിനും എനിക്ക് എന്താ മതിയാവും. ചായപ്രാന്തി അല്ല ഞാൻ. എനിക്ക് ചായ രാവിലെ വേണം, പക്ഷേ കംപ്ലീറ്റ് കുടിച്ചൊന്നും തീർക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സെറ്റിൽ ബുക്ക് ഇരിക്കണു. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ. അവന് ക്രയോൺസൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ഇതുപോലെ ബുക്ക് മേടിച്ചു കൊടുത്തു. കുറച്ച് നേരം അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയുക, ഇതിലും വലിയൊരു പണി വേറെ കിട്ടാനില്ല. അവൻ ആ ക്രയോൺസ് വെച്ചിട്ട് ബുക്കിലൊന്നും ഒരു സാധനം വരയ്ക്കത്തില്ല. ഇതൊക്കെ ഞാൻ കുത്തിയിരുത്ത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണതാണ്. അവൻ വരയ്ക്കുന്നത് മൊത്തം ഭിത്തിയിലാണ്, സകല ഭിത്തിയിലും അവൻ വരച്ചു വെച്ചേക്കാണ്. ഇപ്പോൾ ഞാനിരിക്കുന്നതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ, വരച്ചു വെച്ചിരിക്കുന്നത് ആ ക്രയോൺസും അതുപോലെ പെൻസിലും. നമ്മൾ ഒരു സമയത്ത് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അവൻ എവിടെയെങ്കിലും വരച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പം ഞങ്ങളുടെ ഭിത്തിയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും അവൻ്റെ ആർട്ട് വർക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ 2ാമത് എണീക്കൽ കഴിഞ്ഞു, 3ാമത്തെ എണീക്കൽ എങ്ങാണ്ടായിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ട് അവൻ ഉറക്കി കിടത്തി വീണ്ടും ഞാൻ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേഗം തന്നെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ചപ്പാത്തി ബാക്കിയും കൂടി ചൂടാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ക്ലീൻ ആയിരിക്കണം. അതായത് ഭയങ്കരമായിട്ടെന്നല്ല, ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ, ക്ലീൻ ആക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാനാണ് എനിക്കിഷ്ടമുള്ളൂ. ക്ലീൻ അല്ലാണ്ട് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു സമാധാനക്കേടാണ്. അങ്ങനെ നമ്മൾ ചപ്പാത്തി ബാക്കി ചുട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കിനും അവൻ എണീക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ അവൻ്റെ വാശി കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചപ്പാത്തി ചൂടാനും കറി ഉണ്ടാക്കാനൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ എണീക്കുന്നതിന് മുന്നേ പയ്യെ സൗണ്ട് ഇല്ലാണ്ട് ചപ്പാത്തിയൊക്കെ ഞാൻ പരത്തി എടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത് അവൻ എണീക്കുന്നുണ്ടോ എന്നാണ്. സാധാരണ ഇത്രയൊന്നും നിൽക്കാറില്ല, എൻ്റെ കൂടെ എണീറ്റ് ഇങ്ങോട്ട് പോരും.
ഇന്ന് എന്തോ ഭാഗ്യത്തിന് അവൻ അവിടെ തന്നെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എണീറ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ പിടിച്ച് കടത്തി കഴിയുമ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ചപ്പാത്തിയൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ഇന്ന് എടുക്കുന്ന വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫല്ല, ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. ഉച്ചവരെയുള്ള വീഡിയോസേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെ പോകുമെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ സെറ്റ് ആവുകയാണെങ്കിൽ ഫുൾ ഡേ ഒക്കെ ഞാൻ എടുക്കാനായിട്ട് ട്രൈ ചെയ്യും കേട്ടോ. അങ്ങനെ ചപ്പാത്തി എല്ലാം പരത്തി പാത്രത്തിൽ ഇങ്ങനെ ഉണക്കാൻ തൂക്കിയിടുന്ന പോലെ ഞാൻ തൂക്കിയിടും. അത് കഴിഞ്ഞ് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് ആകെ ഒരു കുറച്ച് സ്ഥലമുള്ളൂ കിച്ചണിൽ. ഈ ഗൾഫ് കൺട്രീസിലുള്ളവർക്കൊക്കെ മനസ്സിലാവും, കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കുറച്ച് സ്പേസേ ഉണ്ടാവുള്ളൂ. എന്താ അവരങ്ങനെ സെറ്റ് ചെയ്യണേന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എവിടെയൊക്കെ റൂം നോക്കിയിട്ടും ഈ കിച്ചൺ ഇത്രയല്ലാണ്ട് ഒരു നമ്മൾ നാട്ടിൽ സെറ്റ് ചെയ്യുന്ന പോലെ അങ്ങനത്തെ കിച്ചണൊന്നും എവിടെയും കിട്ടുന്നില്ല കേട്ടോ. എൻ്റെ പൊന്നെ, കിച്ചൺ സൈസ് ഇല്ലാത്തതുകൊണ്ട് എന്തോരം ബുദ്ധിമുട്ടാണെന്നറിയോ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പാനൊക്കെ എടുത്ത് വേഗം ചപ്പാത്തി ചൂടാൻ പോവാണ്. ചപ്പാത്തി പരത്തി വയ്ക്കുമ്പോൾ ഒരു സൈസും പിന്നെ പാനിലേക്ക് ഇടുമ്പോൾ വേറൊരു സൈസും കേട്ടോ. അത് ഒരു ചെറുതായിട്ടൊന്ന് ചുങ്ങും. അപ്പോൾ അത് പിടിച്ച് വലിച്ച് ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അതിലൊന്ന് തടവി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കാസറോളൊക്കെ എടുത്ത് തുടച്ച് ക്ലീനാക്കി അവിടെ വെച്ചു. ഇനി നമ്മൾ ചപ്പാത്തി ചുടാൻ പോവാണ്. ചപ്പാത്തി ചുട്ട് അവിടെ മറിച്ചിടുമ്പോഴത്തേക്കിന് ഞാനിവിടെ എന്തെങ്കിലും ചെയ്യും. എനിക്ക് അങ്ങനെയാണ്, എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അതിൻ്റെ അത്ര സമയം വെറുതെ നോക്കി നിൽക്കണ്ടേന്ന് ഓർത്തിട്ട് അപ്പുറത്ത് വേഗം പാത്രം ചെറുതായിട്ടൊന്ന് കഴുകാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പാത്രം കഴുകി കഴിഞ്ഞാൽ ശരിയാവില്ല, പാത്രം കഴുകുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആൾ എണീക്കും. അപ്പോൾ പിന്നെ അത് അവിടെ തന്നെ വെച്ചു. അപ്പോൾ വീണ്ടും നമ്മൾ ചപ്പാത്തിയിലേക്ക് തിരിച്ചു വന്നു. ചപ്പാത്തി അങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെറുതെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവനും ആക്റ്റീവാണ്, ഞാനും അതിൽ കൂടുതൽ ആക്റ്റീവാണ്. എന്നെയും ഹസ്ബൻഡിനെയും പോലെയാണെന്ന് തോന്നുന്നു. ഫുൾ ടൈം ചാടി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ കുഞ്ഞ്. അപ്പോൾ രാവിലെ കുറച്ച് വെള്ളം കുടിക്കാണ് കേട്ടോ. ഇന്ന് രാവിലെ എണീറ്റുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് രാവിലെ തന്നെ ദാഹിച്ചു കേട്ടോ. അതുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ വെള്ളവും കുടിക്കത്തില്ല, ഇങ്ങനെ നടക്കും. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു. നമ്മുടെ ചപ്പാത്തി പൊന്തി വരാനൊക്കെ തുടങ്ങി. ഈ ചപ്പാത്തി പൊന്തി വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചില ദിവസം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊന്തുമില്ല താഴുമില്ല, അവിടെ ഇട്ട പോലെ അവിടെ കിടക്കും. അങ്ങനെയുണ്ട്. അങ്ങനെ വരുന്ന ദിവസം എനിക്ക് ദേഷ്യം കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ ചപ്പാത്തി എന്തായാലും സൂപ്പറായിട്ട് പൊന്തി വരുന്നുണ്ട്. അതിൻ്റെ സന്തോഷമാണ് കേട്ടോ കാണുന്നത്. റെക്കോർഡ് ചെയ്യുമ്പോൾ പൊന്തി വന്നതുകൊണ്ട് അത് കാണിച്ചു തരാൻ പറ്റി. എല്ലാ ചപ്പാത്തി അങ്ങനെ പൊന്തി വരത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു ആവേശത്തിൽ അത് കൈ കൊണ്ടെടുത്ത് പൊക്കിക്കൊണ്ട് വരാൻ നോക്കുകയാണ്. പക്ഷെ നടക്കുന്നില്ല. പൊള്ളിയിട്ട് രക്ഷയില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഉള്ളിലെ ചൂടുള്ള എയർ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ കൊണ്ടുപോയി പിടിച്ചു. അങ്ങനെ നമ്മുടെ ചപ്പാത്തി എന്ന് പറഞ്ഞ് ചുങ്ങിയും പോയിട്ടോ. അപ്പം നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവൻ എണീറ്റാലും കുഴപ്പമില്ല, സൗണ്ട് കേട്ടിട്ട് കുഴപ്പമില്ലയെന്ന് ഓർത്തിട്ട് വേഗം പാത്രമൊക്കെ കഴുകാൻ തുടങ്ങുകയാണേ. പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടി കഴിഞ്ഞല്ലോ. പക്ഷെ പാത്രങ്ങളൊന്നും കംപ്ലീറ്റ് എനിക്ക് വാഷ് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴത്തേക്ക് അവൻ എണീറ്റു. പിന്നെ അവനെ പോയി എടുത്ത് കുറച്ച് നേരം തോളത്തൊക്കെ ഇരുത്തി കുറച്ച് സോപ്പൊക്കെ ഇട്ട് കുറച്ച് കൊഞ്ചിക്കൊക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു ഉറക്കം മൂട് അവൻ്റെ മാറ്റിയെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ ആ ഒരു ദിവസം മൊത്തം വേണമെങ്കിൽ എൻ്റെ തോളത്തിരുന്ന് ഉറങ്ങും. അപ്പോൾ അങ്ങനെ എണീപ്പിച്ച് കുരിശൊക്കെ വരപ്പിച്ച് അങ്ങനെ പയ്യെ സോപ്പൊക്കെ ഇട്ട് കൊണ്ടുവരികയാണ്. പിന്നെ അവൻ നേരെ അവൻ്റെ ഒരു ചെയർ എടുത്തിട്ട് ബാത്റൂമിലേക്ക് പോകട്ടോ. എന്നിട്ട് അവൻ്റെ ബ്രഷും പേസ്റ്റും എല്ലാം സ്വന്തമായി എടുത്ത് അവൻ്റെ ഇഷ്ടത്തിന് പല്ല് വയ്ക്കുവേ. ഞാൻ അവിടെ നീങ്ങി നിന്ന് നോക്കും. അവന് ഒരു 2-2.5 വയസ്സൊക്കെ ആയപ്പം തൊട്ട് അവനിങ്ങനെ തന്നെ തേക്കാൻ തുടങ്ങിയതാണ് അവൻ. ആ സമയത്തൊക്കെ ഞാൻ കൂടെ നിന്ന് അവനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നു. ഇപ്പം ഞാൻ നീങ്ങി നിൽക്കും. ഇപ്പം അവൻ തേച്ച് കഴിഞ്ഞ് അവൻ തന്നെ എന്നോട് പറയും, അമ്മേ വായോ തേച്ചതായോ എന്ന് പറയും. അപ്പോൾ ഞാനൊന്ന് ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് തേച്ച് കൊടുക്കും കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കൊരു സമാധാനക്കേടല്ലേ. അങ്ങനെ ഞാൻ ചെന്ന് തേച്ച് കൊടുക്കും. നമ്മൾ മക്കൾക്ക് എത്ര ചെറുപ്പത്തിലെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അവർ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിക്കണം. പിന്നെ ചില ദിവസങ്ങളിലാണ് കേട്ടോ ഇങ്ങനെ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. ചില ദിവസം വാശിയാണെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഒന്നും അവൻ ചെയ്യത്തൊന്നുമില്ല. നമ്മൾ പിന്നാലെ നടന്ന് ചെയ്ത് കൊടുത്താൽ ഇഷ്ടപ്പെടത്തില്ല. അത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം, അവൻ പറയുന്ന പോലെ ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വന്ന് നേരെ അവൻ്റെ ടർക്കി എടുത്ത് മുഖം തുടച്ചു കൊടുക്കണം. ഇതൊക്കെ അവൻ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ രാവിലെ മൂടത്ര ശരിയല്ല, അതുകൊണ്ട് ഞാൻ തന്നെ തുടച്ചു കൊടുക്കണം. ആദ്യം ഒന്ന് തുടച്ചു കൊടുത്തിട്ട് സാറിന് ബോധിച്ചില്ല. അപ്പം സാറ് വീണ്ടും പറയുകയാണ്, എൻ്റെ ഇവിടെ വെള്ളമുണ്ട് അവിടെ വെള്ളമുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ അങ്ങനെ തുടച്ചു കൊടുത്തില്ല, നീ എങ്ങാനും പോയി തുടയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവൻ അന്നത്തെ ദിവസം പിന്നെ നമുക്ക് സമാധാനം തരില്ല. പിന്നെ അവന് പൊതുവെ ബിസ്ക്കറ്റ്
ബേക്കറി ഐറ്റംസ് ഒന്നും അവൻ കഴിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ അവൻ്റെ അപ്പ തലേദിവസം എങ്ങനെ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു കുക്കീസ് മേടിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചപ്പോൾ പുള്ളിക്ക് ഇഷ്ടമായി. അതുകൊണ്ട് അത് രാവിലെ തന്നെ ചോദിക്കുന്നുണ്ട് എടുത്തു തരുമോയെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ അത് എടുത്തൊരെണ്ണം കൊടുത്തു. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ പാൽ ഇത് പിരിഞ്ഞു പോകണു. ഞാൻ ചായ ഉണ്ടാക്കി കുടിച്ചപ്പോൾ അതിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അവൻ ആ പാലെടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് പിരിഞ്ഞു വരുന്നു. പിന്നെ ഇപ്പം എന്താ ചെയ്യുക, കട്ടൻ ചായ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചായപ്പൊടി ഇട്ട് അങ്ങനെ ചായ വെച്ച് കൊടുക്കുന്നത് താല്പര്യമില്ല. പക്ഷേ രാവിലെ എന്തേലും അവൻ ചോദിച്ചിട്ട് പിന്നെ കൊടുക്കാതിരിക്കുമ്പോൾ ഒരു വിഷമം. അതുകൊണ്ട് കുറച്ചുണ്ടാക്കി കൊടുത്തു കേട്ടോ. ലൈറ്റായിട്ട് പൊടി ഇട്ടിട്ട് കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തു. ആ ബിസ്ക്കറ്റ് കൊടുത്തു എന്നുണ്ടെങ്കിലും കണ്ടോ, അത് അവിടെ പൊടിച്ചിടത്തേ ഉള്ളൂ, അവൻ കഴിക്കത്തൊന്നുമില്ല. അവൻ്റെ കഴിക്കലിൻ്റെ ഗുണമാണ് അവൻ്റെ ശരീരം കാണുന്നത്. പക്ഷേ ആൾ ഹെൽത്തിയാണ് കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആൾ അടിപൊളിയാണ്, ആക്റ്റീവാണ്, എല്ലാം ഓക്കെയാണ്. ഫുഡടി കുറച്ച് കമ്മിയാണ്, കുറച്ച് ഫുഡേ കഴിക്കത്തുള്ളൂ. അതും നിർബന്ധിച്ച് കഴിപ്പിക്കണം. പിന്നെ അവനെക്കൊണ്ടൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ബേക്കറി കഴിക്കത്തില്ല, അതുപോലെ ഹോട്ടൽ ഫുഡ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കില്ല. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം അവൻ സെലക്ട് ചെയ്ത് കഴിക്കുന്ന ഒരു രീതിയിലാണ്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഇഷ്ടമാണ്, അത് കഴിക്കുന്നുണ്ട്. അത് നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചോറ് വെക്കണം. അപ്പോൾ കുക്കറിലാണ് ചോറ് വെക്കണേ. ചോറ് വെക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3-4 വട്ടം ഞാൻ അരി കഴുകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കെറ്റിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിൽ വെക്കും. എന്നിട്ട് ആ തിളച്ച വെള്ളം അതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഞാൻ ഭയങ്കര പിശുക്കിയാണ്. എനിക്ക് അതിൽ കിടന്ന് വെള്ളം തിളയ്ക്കുന്ന അത്ര സമയം ഗ്യാസ് കളയാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന എളുപ്പപ്പണിയാണ് കേട്ടോ, കെറ്റിലിൽ വെള്ളം വെച്ചിട്ട് അതിൽ ഒഴിക്കണത്. അങ്ങനെ അതും ചെയ്തു. പിന്നെ ഞാൻ അവിടെ ഇരുന്ന പാത്രം കഴുകുകയാണ്. തലേദിവസം കുറച്ച് കറി ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ പാത്രമൊക്കെ ഒഴിവാക്കുകയാണ്. നമുക്ക് കുറച്ച് ഏരിയ ഉള്ളതുകൊണ്ട് ഒത്തിരി പാത്രങ്ങളും ഒക്കെ നിരത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല. അപ്പം അതൊക്കെ ഒഴിവാക്കണമാണ് കേട്ടോ. അങ്ങനെ കഴുകി വേഗം മാറ്റി വെക്കും. പിന്നെ നമ്മുടെ കുക്കർ ആ വിസിലിടുന്ന ഭാഗം ഒന്ന് ഊതി അതിലൂടെ എയർ നന്നായിട്ട് പോകണമെന്ന് ചെക്ക് ചെയ്യും കേട്ടോ. ചെക്ക് ചെയ്തിട്ട് അത് അടച്ചു വയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അടുത്ത പരിപാടി കറി വയ്ക്കാൻ പോവാണ്. കറിക്കുള്ള ഐറ്റംസൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ തലേദിവസം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവനൊരു 2 മുട്ട പുഴുങ്ങാനിടാണ്. 2 മുട്ട അവനല്ല, ഒരെണ്ണം എനിക്കും ഒരെണ്ണം അവനും കേട്ടോ. കഴിച്ചാൽ കഴിച്ചു, കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുട്ട ഒരെണ്ണം പുഴുങ്ങാനിട്ടു. പിന്നെ നമ്മൾ കറി വെക്കാൻ പോവാണ്. നമ്മുടെ ബീൻസ് പയറില്ലേ, അതാണ് കേട്ടോ, തോരൻ വെക്കാൻ പോവാണ്. പിന്നെ തലേദിവസത്തെ കറി കുറച്ച് ഇരിപ്പുണ്ട്, അപ്പോൾ പിന്നെ ബീൻസ് തോരൻ വെക്കും. വേണമെന്നുണ്ടെങ്കിൽ ഒരു ചാറ് കറിയും കൂടി വെക്കും കേട്ടോ. അപ്പോൾ സാധനങ്ങളെല്ലാം ഇങ്ങനെ അരിഞ്ഞ് വെച്ചേക്കുന്നതുകൊണ്ട് നേരെ എടുത്തിട്ട് കുക്ക് ചെയ്ത് വെച്ചാൽ മതി. എനിക്ക് രാവിലെ തന്നെ എല്ലാം കൂടി അരിയാനും പിടിക്കാനും ഒന്നും ഇരിക്കുന്ന വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഈ വെറുതെ ഉച്ചയ്ക്കൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കും. അപ്പോൾ പിന്നെ രാവിലെ ഇതൊക്കെ എടുത്ത് അങ്ങ് ഉണ്ടാക്കാം, പെട്ടെന്ന് പരിപാടിയും കഴിയും. അങ്ങനെ പിന്നെ ഈ കടുകൊക്കെ പൊട്ടുമ്പോൾ ഞാനങ്ങോട്ട് നീങ്ങി നിൽക്കും. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്, എൻ്റെ കൈയൊക്കെ പൊള്ളിയിട്ട്. ഞാൻ എപ്പോൾ എന്ത് കുക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ എവിടെയെങ്കിലും എൻ്റെ പൊള്ളുമായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. ഇപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് സബോള, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, പച്ചമുളകില്ല മുളക് പൊടിയല്ലേ ഇട്ടെ. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നമ്മുടെ കറി വെക്കാൻ അവിടെ സെറ്റാക്കി വെച്ചു. പിന്നെ അതേ അവന് മുട്ടയും കുരുമുളക് പൊടി ഉപ്പും കൂടിയിട്ടൊരു ചെറിയൊരു പാത്രത്തിലും കൂടി ഇട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടമാണ്. അത് സ്വന്തമായിട്ട് അവനത് മുക്കി കഴിച്ചോളും. നമ്മൾ കൂടെ ഇരിക്കണം. മുട്ടയൊക്കെ കഴിക്കുമ്പോൾ പിന്നെ പിള്ളേരെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് നീ കഴിച്ചോന്നും പറഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും അറിയാലോ. അപ്പം അവൻ്റെ കൂടെ അവിടെ ഇരിക്കുകയാണ്. വാരി കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. ചൂടുണ്ടെന്നും പറഞ്ഞിട്ട് ആ മറ്റേ കേടായ മിനി ഫാനില്ലേ, അതെടുത്തിട്ട് വന്നേക്കാണ് കേട്ടോ. ഞാനൊരു ദിവസം കാണിച്ചു കൊടുത്താണ്, എന്തോ ഒരു ചൂടുള്ള സാധനം എടുത്തു കഴിഞ്ഞപ്പം അത് വെച്ചിട്ട് ഇങ്ങനെ ആറ്റി കാണിച്ചു കൊടുത്തു. അത് പിന്നെ അവൻ ചൂടുള്ള എന്ത് വന്നാലും ഈ സാധനം വെച്ചിട്ട് ആറ്റിലാണ്. അങ്ങനെ മുട്ട കഴിക്കുന്നുണ്ട്, എന്തോ ഭാഗ്യം മുട്ട കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എനിക്കുള്ള എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഒരു മുട്ട പുഴുങ്ങിയതും പിന്നെ ഒരു ചപ്പാത്തി, പിന്നെ നമ്മൾ രാവിലെ വെച്ച പൊട്ടാറ്റോൻ്റെ ഒരു കറി കേട്ടോ. അപ്പം ഞാൻ കഴിക്കുമ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട് അവന് വേണമെന്ന്. എങ്ങനെ കഴിക്കുകയാണെങ്കിൽ കഴിച്ചാൽ മറ്റേ ലോട്ടറി അടിച്ചല്ലോ. പക്ഷെ അവൻ ലാസ്റ്റ് ഒരു മുട്ടയുടെ ബാക്കിയൊക്കെ തുപ്പിക്കളഞ്ഞു. പിന്നെ അവൻ എൻ്റെ ചപ്പാത്തി കണ്ടു കഴിഞ്ഞപ്പോൾ ചപ്പാത്തി ഫാനാണ് അവൻ, അപ്പോൾ അത് മതി. പിന്നെ ആ മുട്ട അവൻ അവിടെ ബാക്കിയൊക്കെ അവിടെ തുപ്പിക്കളഞ്ഞിട്ട് എൻ്റെ ചപ്പാത്തിയുടെ ഒരു പീസും പിടിച്ചിട്ട് പോയിട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി കഴിക്കട്ടെ. ഇനി അടുത്ത പരിപാടി വീണ്ടും ക്ലീനിങ് ആണ്. ഓരോന്ന് കഴിയുമ്പോൾ ക്ലീൻ ചെയ്യണം. ഓരോ കാര്യത്തിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ കൈ കഴുകണം. കൈ കഴുകിയിട്ട് അത് തുടയ്ക്കണം. ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ എത്ര പ്രാവശ്യം കൈ കഴുകി തുടയ്ക്കുന്നുണ്ടെന്ന് കൗണ്ട് ഉണ്ടാവില്ല. അതുപോലെ ഞാൻ കൈ കഴുകി തുടയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മളിതേ ചോറൊക്കെ ഊറ്റി
ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അത് ഇങ്ങനെയാണ് കേട്ടോ മുട്ടിട്ട് വെക്കുന്നത്. നാട്ടിലെ പോലെ ആ അരിക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, അത് ഇവിടെ എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ കുറച്ച് പാടുപെട്ട് ഇങ്ങനെ മുട്ടിട്ട് വെക്കുകയൊക്കെയാണ് ചെയ്യൽ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പരിപ്പും കൂടി ഒന്ന് കറി വെച്ചേക്കാം. അപ്പം വൈകുന്നേരത്തേക്ക് പരിപ്പും ആവുമല്ലോ, ചാറുകറിയൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുക്കറിൽ തന്നെ പരിപ്പും ഒരു തക്കാളിയും പിന്നെന്താ പകുതി പരിപ്പ് പുറത്ത് പോയിട്ടോ. പിന്നെ അതിൻ്റെ കൂടെ 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, പിന്നെ കുറച്ച് സവോള ഒക്കെ കൂടി ഒരുമിച്ചിട്ടിട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു പരിപ്പ് കറിയും ഒരു 2 മീൻ വറുത്തതും ഉണ്ടെങ്കിൽ സെറ്റാണ്. പിന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. തൃശ്ശൂർക്കാരുടെ മെയിൻ ഫേവറേറ്റ് ഫുഡാണ് ഒരു പരിപ്പ് കുത്തിക്കാച്ചിയതും 2 മീൻ വറുത്തതും. പക്ഷേ എനിക്ക് ഇത് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ വീട്ടിലങ്ങനെ പരിപ്പ് കുത്തിക്കാച്ചുന്നത് കുറവായിരുന്നു. നമ്മുടെ വീട്ടിൽ വേറൊരു സ്റ്റൈൽ ഫുഡിങ്ങാണ് കേട്ടോ. പിന്നെ എനിക്ക് തൃശ്ശൂർ ഫുഡുകൾ ചിലതൊക്കെ ഇഷ്ടമാണ്. ഈ കുത്തിക്കാച്ചിയതൊക്കെ എനിക്കിഷ്ടമാണ്. നമ്മുടെ വീട്ടിലങ്ങനെ കുത്തിക്കാച്ചൽ തീരെ കുറവായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞപ്പം അവിടെ വെച്ചിട്ടാണ് ഞാൻ കുക്കിംഗ് രംഗത്തോട്ട് വന്നപ്പോഴാണ് ഞാൻ ഇതുപോലെ കറികളൊക്കെ പരീക്ഷിക്കാൻ തുടങ്ങിയത്. അപ്പം എനിക്ക് ഈ പരിപ്പൊക്കെ ഞാൻ വെച്ച് കഴിഞ്ഞപ്പം എനിക്ക് ടേസ്റ്റ് ഇഷ്ടമായിട്ടോ. നല്ല രസമാണ് ആ ഒരു കറിയും. 2 ഉണക്കമീനും ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പം അത് വേഗം തന്നെ സെറ്റാക്കാനും പറ്റും. പെട്ടെന്ന് പരിപാടിയും കഴിയും. പെട്ടെന്ന് പണി കഴിഞ്ഞിട്ട് നമുക്ക് അടിപൊളി ഫുഡും കഴിച്ചിട്ട് സുഖമായിട്ടിരിക്കുക. അപ്പം നമ്മുടെ കറി വെക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാധനങ്ങളെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇടുക. ഇല്ല മുളക് പൊടി ഇടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിടുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിക്ക് ഒരു കളറും കൂടി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ കുക്കർ ഇതേ അടച്ചു, അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മളെടുത്ത പാത്രങ്ങളൊക്കെ വീണ്ടും കഴുകി വയ്ക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ അപ്പോൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നത്തേക്ക് നമുക്ക് പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ ഉടഞ്ഞു വരുന്ന രീതിയിൽ വേവിച്ചെടുക്കുക. പിന്നെ അതേ എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പിക്കുക, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു കളറൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ കുത്തിക്കാച്ചിയ പരിപ്പ് കറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ആ കറിയൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് വിശക്കും. പൊതുവേ വിശപ്പ് കുറവാണെന്നുണ്ടെങ്കിലും പരിപ്പ് കറിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനെടുത്തു. അവനും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ നോക്കിയപ്പോൾ അവൻ്റെ ചപ്പാത്തി അതുവരെയും കഴിഞ്ഞിട്ടില്ല. അവൻ ആ ചപ്പാത്തി കൈ പിടിച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കുകയാണ്. കറിയൊന്നും ഇഷ്ടമല്ല, ചപ്പാത്തി ചുമ്മാ കടിച്ച് കഴിച്ചോളൂ കേട്ടോ. പിന്നെ അവൻ്റെ ടോയ്സ് എല്ലാം എടുത്ത് അവൻ തട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിക്കും. ഞാനും കുറച്ചൊക്കെ കൂടും. ആ ഭിത്തിയിലൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് അവൻ്റെ പരിപാടിയാണ്. പിന്നെ ദേ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടു. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഒരു ഹാഫ് ഡേ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. ബൈ.